ഇതാണ് റെഡ് ലേഡി പപ്പായ കേട്ടോ. റെഡ് ലേഡി പപ്പമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പപ്പമരം പോലെയല്ല, ഹൈറ്റ് തീരെ കുറവായിരിക്കും. അതായത് ഒരു നമ്മുടെ 4 അടി ഒക്കെ 5 അടിയൊക്കെ 4 അടിയൊക്കെ വരുമ്പോഴേക്കും നല്ല പോലെ കായ ഉണ്ടാവും. ഇപ്പം തന്നെ കണ്ട ഇതുമ്പിലൊക്കെ ഇങ്ങനെ മുട്ടുകൾ വന്നിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമില്ല, ഇഷ്ടം പോലെ കൊഴിഞ്ഞു പോയി. അപ്പം ഞാനിതറിയുന്നവരോട് ചോദിക്കുമ്പോൾ അവർ പറയണത് എന്താ വെച്ചാൽ ആദ്യം ആൺപൂവ് ഉണ്ടാവുക, കൊഴിഞ്ഞു പോവും, കുറച്ച് കഴിഞ്ഞാൽ കായ ഉണ്ടാവുള്ളൂ. പിന്നെ അത് അത്ര ഹൈറ്റൊന്നും വന്നിട്ടില്ല. ഇത് ഏകദേശം എൻ്റെ അരവരെയൊക്കെ ഹൈറ്റ് വന്നിട്ടുള്ളൂ. ഒരു 4 അടി 5 അടിയൊക്കെ ഹൈറ്റ്, 5 അടി വരില്ല, 4 അടിയൊക്കെ ഉണ്ടാവുള്ളൂ. നല്ല വണ്ണത്തിൽ ഇങ്ങനെ വരും. അപ്പോൾ അതുമ്പോൾ നിറയെ നല്ല നീളനുള്ളത് ഉണ്ടായിരിക്കും, അങ്ങനെ ഉരുണ്ടതും ഉണ്ടാവും. എനിക്ക് നീളനുള്ളതാണ് കേട്ടോ ഇഷ്ടം. നിങ്ങൾക്ക് ഏത് നീളനുള്ളതാണോ അതോ ഉരുണ്ടതാണോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇതിൽ ഞാൻ എല്ലാ വളമൊക്കെ ചേർത്തിട്ടാണ് വെച്ചത്. ഞാൻ നന്നായിട്ട് വളപ്രയോഗം നടത്തുന്ന ആളാണ്, നന്നായി ശ്രദ്ധിക്കും. അതായത് ഇവരെ നന്നായി ശ്രദ്ധിച്ചാൽ തന്നെയാണ് ഇവരുണ്ടാവുള്ളൂ. അല്ലാതെ വെറുതെ നമ്മൾ മണ്ണിൽ കുറച്ച് വളം ചേർത്ത് കുഴിച്ചിട്ടു പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കാതിരുന്നാൽ ഇത് ഉണ്ടാവും. അതായത് 2 വർഷം 1.5 വർഷമൊക്കെ കഴിയുമ്പോഴാണ് ഏത് ഒട്ടുചെടികളൊക്കെ 3 വർഷം കൊണ്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു നമ്മൾ വളം ചെയ്തില്ലെങ്കിൽ അത് ഉണ്ടാവുക 5 വർഷം 6 വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ്. നമ്മൾ വളപ്രയോഗം കറക്റ്റായിട്ട് ചെയ്താലോ 3 വർഷം എന്നുള്ളത് 2 വർഷം ആകുമ്പോഴേക്കും ഉണ്ടാവും. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ.